നമസ്കാരം. വീണ്ടും ശബരിമല വിവാദത്തിലും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും നിറയുകയാണ്. സംഭവങ്ങൾ മാത്രമാണ് മാറുന്നത്, കാരണഭൂതരായ വ്യക്തികളും ഇടവും ഒന്നും മാറുന്നില്ല. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ സമർപ്പിക്കാത്തതിൽ ദേവസ്വം ബോർഡിനോട് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകിയപ്പോൾ വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടെ നിശ്ചിത സമയത്തിനുള്ളിൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, കെ വിജയകുമാർ എന്നിവരുടെ വിമർശനം. ബില്ലുകളുമായി ബന്ധപ്പെട്ട കാലതാമസം ചൂണ്ടിക്കാട്ടി 1 മാസം കൂടി സമയം ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത് കോടതി അനുവദിച്ചിട്ടുണ്ട്. ഇത് അവസാന അവസരമാണെന്നും 1 മാസത്തിനുള്ളിൽ കണക്കുകൾ സമർപ്പിച്ചില്ല എങ്കിൽ കോടതി ഉത്തരവ് ലംഘിച്ചതിന് നടപടികൾ സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ആഗോള അയ്യപ്പ സമ്മേളനത്തിന്റെ അക്കൗണ്ടുകൾ സമർപ്പിക്കപ്പെടാതിരുന്നതിനെ കുറിച്ച് ഹൈക്കോടതി കടുത്ത അസന്തോഷം രേഖപ്പെടുത്തിയ സംഭവം കേരളത്തിലെ ഭരണ പരാജയത്തിന്റെ മറ്റൊരു തെളിവായി മാറുകയാണ്. മതവിശ്വാസത്തിന്റെ കേന്ദ്രമായ ശബരിമലയും അതുമായി ബന്ധപ്പെട്ട ദേവസ്വം സംവിധാനങ്ങളും ഭരണകൂടത്തിന്റെ കയ്യിൽ രാഷ്ട്രീയ കളിപ്പാട്ടങ്ങളായി മാറിയിരിക്കുന്നുവെന്ന ആരോപണം ഇന്നൊരു വാദമല്ല, അത് ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്ന സത്യമാണ്, അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. കോടതി വിമർശനങ്ങളിലൂടെ പുറത്തു വരികയാണ് വീണ്ടും ഇത്തരം നഗ്ന സത്യങ്ങൾ. അക്കൗണ്ടുകളുടെ സുതാര്യത ഉറപ്പാക്കാൻ പോലും കഴിയാത്ത ദേവസ്വം ബോർഡ് പിണറായി വിജയൻ സർക്കാരിന്റെ കൃത്യമായ ഭരണാവകാശവാദങ്ങളെ പരിഹസിക്കുന്ന അവസ്ഥയിലാണ്. വിശ്വാസികളുടെ സംഭാവനകളും പൊതുപണവും കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കുമേൽ ഏറ്റവും കർശനമായ ഉത്തരവാദിത്വം വേണമെന്ന് ഭരണഘടന തന്നെ ആവശ്യപ്പെടുമ്പോൾ അതെല്ലാം അവഗണിച്ച് രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ ചൂടിൽ ദേവസ്വം ബോർഡ് ആവർത്തിച്ച് അലംഭാവം കാട്ടുന്നതാണ് കാണുന്നത്. മനഃപൂർവമായ കാലതാമസം വരുത്തിയിട്ടില്ല എന്നും ബില്ലുകൾ ഓഡിറ്റ് ചെയ്ത് കിട്ടുന്നതിലെ കാലതാമസം മൂലമാണ് വൈകുന്നതെന്നുമാണ് ദേവസ്വം ബോർഡ് കോടതിയെ ധരിപ്പിച്ചത്. ബില്ലുകളെല്ലാം ചാർട്ടേഡ് അക്കൗണ്ടന്റിന് നൽകിയിരുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ വ്യക്തത തേടി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫയൽ തിരിച്ചയച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് മുഴുവൻ ബില്ലുകളും സമർപ്പിച്ചിട്ടില്ല എന്നാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞത്. തുടർന്ന് ഇക്കാര്യം IICA അറിയിച്ചു. അവർ ഡിസംബർ 23-ന് കുറച്ച് ബില്ലുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഇത് അക്കൗണ്ടന്റിന്റെ പരിഗണനയിലാണ് എന്നും ബോർഡ് പറഞ്ഞു. തുടർന്നാണ് 1 മാസത്തെ സമയം കൂടി ആവശ്യപ്പെട്ടത്. സെപ്റ്റംബർ 20-നാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നത്. സെപ്റ്റംബർ 9-ന് ഇതിന് അനുമതി നൽകിക്കൊണ്ട് കോടതി നിർദ്ദേശിച്ചത് പരിപാടി കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായ കണക്ക് സമർപ്പിക്കണമെന്നായിരുന്നു. എത്ര പേർ പങ്കെടുത്തു, താമസ സൗകര്യം, സംഭാവന അടക്കം എല്ലാ കണക്കുകളും സമർപ്പിക്കാനും നിർദ്ദേശിച്ചിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ തള്ളിക്കൊണ്ടാണ് കോടതി ഉപാധികളോട് അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകിയത്. എന്നാൽ ദേവസ്വം ബോർഡ് വീണ്ടും സമയം ചോദിച്ചതോടെ നവംബർ 11-ന് 45 ദിവസത്തെ സമയം കൂടി അനുവദിച്ചു. ഇതും അവസാനിച്ചിട്ടും കണക്കുകൾ സമർപ്പിക്കാതെ വീണ്ടും സമയം നീട്ടി ചോദിച്ചതോടെയാണ് കോടതി അതൃപ്തി രേഖപ്പെടുത്തിയത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങളിൽ കണ്ടുവരുന്ന അനാസ്ഥയും രാഷ്ട്രീയ ഇടപെടലും പലവട്ടം വിവാദമായിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ വികാരങ്ങളെ അവഗണിച്ച ഭരണ നിലപാടുകൾ, കോടതികളിൽ തുടർച്ചയായ തിരിച്ചടികൾ, ഒടുവിൽ അക്കൗണ്ടുകളുടെ കാര്യത്തിലും കൈകഴുകൽ, ഇതെല്ലാം ഒരേ നൂലിൽ കോർക്കപ്പെടുന്ന പരാജയങ്ങളാണ്. ആഗോള അയ്യപ്പ സമ്മേളനം പോലുള്ള വലിയ പരിപാടിയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് പോലും കൃത്യമായ രേഖകൾ സമർപ്പിക്കപ്പെടാത്തത് ഭരണം നിയമത്തിനു മുകളിലല്ല എന്ന അടിസ്ഥാന സത്യത്തെ തന്നെ വെല്ലുവിളിക്കുന്നതാണ്. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ ഉത്തരവാദിത്തം മറന്നും വിമർശനങ്ങളെ രാഷ്ട്രീയ വൈരാഗ്യമായി ചിത്രീകരിച്ചും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നുവെന്ന തോന്നൽ ഇതോടെ ശക്തമാവുകയാണ്. ഹൈക്കോടതിയുടെ ശക്തമായ അതൃപ്തി പിണറായി സർക്കാരിനും ദേവസ്വം ബോർഡിനും നൽകിയ ഒരു മുന്നറിയിപ്പാണ്. വിശ്വാസത്തിന്റെ പേരിൽ പണം കൈകാര്യം ചെയ്യുന്നവർക്ക് നിയമത്തിന്റെ കണ്ണിൽ പ്രത്യേക ഇളവുകളില്ല. അക്കൗണ്ടുകൾ സമർപ്പിക്കാത്തത് ഒരു സാങ്കേതിക പിഴവല്ല, അത് ഭരണ സുതാര്യതയുടെ തകർച്ച തന്നെയാണ്. ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയും നൈതിക അധികാരവും ക്ഷയിക്കുകയാണ്. പിണറായി സർക്കാർ പതിവായി ഉയർത്തുന്ന ശക്തമായ സർക്കാർ എന്ന മുദ്രാവാക്യം കോടതി വിമർശനങ്ങൾക്ക് മുന്നിൽ ശൂന്യമാവുകയാണ്. ഇനി വേണ്ടത് രാഷ്ട്രീയ പ്രതിരോധമല്ല, ഉത്തരവാദിത്വവും നടപടിയുമാണ്. ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം സ്വതന്ത്രവും സുതാര്യവുമാക്കാൻ സർക്കാർ തയ്യാറാകണം. അക്കൗണ്ടുകൾ ഉടൻ സമർപ്പിക്കുകയും വീഴ്ചകൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യാതെ ഈ വിഷയം അവസാനിപ്പിക്കാനാവില്ല. വിശ്വാസികളുടെ പണം അവരുടെ വിശ്വാസത്തെ പോലെ തന്നെ പരിശുദ്ധമാണ്. അതിനെ രാഷ്ട്രീയ ലാഭത്തിനോ ഭരണാലംഭാവത്തിനോ ഇരയാക്കാൻ പാടില്ല. പിണറായി വിജയൻ സർക്കാർ ഈ സംഭവത്തിൽ നിന്ന് പാഠം പഠിക്കുമോ, അല്ലെങ്കിൽ പതിവ് പോലെ വിമർശനങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുമോ എന്നതാണ് ഇനി കേരളം കാത്തിരിക്കുന്ന ചോദ്യം. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, കോടതിയുടെ ശബ്ദം ഉയർന്നു കഴിഞ്ഞു. നിയമവും വിശ്വാസവും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ഭരണകൂടത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ രക്ഷപ്പെടാനാവില്ല.